എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. വെൽക്കം ടു ഐ ആം മഹി. നമ്മുടെ യൂട്യൂബ് ചാനലാണ് പുതുവർഷത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത് വിക്രം പ്രഭു, LK അക്ഷയ് കുമാർ, അനിഷ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമെത്തിയ സിറൈ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. ആക്ച്വലി ഇതൊരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സിനിമയാണ്. ആക്ച്വലി നല്ലൊരു റെസ്പോൺസ് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടത്. കഴിഞ്ഞ വർഷം റിലീസായ സിനിമയാണെങ്കിലും ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ തിയേറ്റർ കാഴ്ച കൂടിയാണ് സിറൈ. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നായകൻ പോലീസ് എസ്കോർട്ട്, അതായത് പ്രതികളെ കോടതിയിൽ എത്തിക്കാനുള്ള ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനു മുമ്പ് കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് പോകേണ്ട ഒരു ഉത്തരവാദിത്തം പുള്ളി ഏറ്റെടുക്കുകയും പിന്നീട് ഒരു പ്രതിയെ കോടതിയിൽ എത്തിക്കേണ്ട എസ്കോർട്ട് പോകുന്നതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത് മെയിനായിട്ട്. അതിൻ്റെ ആ ഇടയിൽ പോകുന്ന സമയത്ത് ആ പ്രതിയുടെ ഫ്ലാഷ് ബാക്കും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ നല്ല ഗംഭീര സ്ക്രീൻ പ്ലേ തന്നെയാണ്. വളരെ ആ സിനിമ പോകുന്ന രീതിയും മറ്റുമൊക്കെ വളരെ അധികം നല്ല നൈസായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിൽക്കുന്നതാണ് ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ആൻഡ് പെർഫോമൻസ് വൈസ് ഓഫ് കോഴ്സ് വിക്രം പ്രഭു പുള്ളി നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ റോള്. ആൻഡ് അൺഡൗട്ടഡ്ലി ആ ഫ്ലാഷ് ബാക്ക് സീനിലൊക്കെ വരുന്നത് പോലെ ആ പ്രതിയുമായിട്ടുള്ള നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നണം. അവരുടെ പെർഫോമൻസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. അതിലെ പുതിയ താരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. LK അക്ഷയ് കുമാർ, നമ്മുടെ അനിഷ്മ, ആലപ്പുഴ ജിംഖാന, മരണമാസ് തുടങ്ങിയ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊന്നും അത്രയ്ക്ക് നല്ല മികച്ച റോളുകളായിരുന്നില്ല, മികച്ച പ്രകടനമായിരുന്നില്ല. പക്ഷേ ഇവിടെ ഗംഭീരമായി പെർഫോമൻസ് ചെയ്യാനുള്ള റോള് അത് നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരിൻ്റെയും ആ പെർഫോമൻസ് കൊണ്ട് തന്നെ അവരോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ആവും. അബ്ദുൾ ആൻഡ് കലയസി, അവരുടെ ഒരു ക്യാരക്ടർ നമ്മൾ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് കിട്ടുന്ന ബലം വളരെ വലുതായിരുന്നു. ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ വളരെ എൻഗേജിങ് ആൻഡ് ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നൊരു നല്ലൊരു ത്രില്ലർ മൂഡിൽ പോകുന്ന ഒരു സിനിമയായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആകുന്ന, ഇമോഷണലി കണക്റ്റ് ആകുന്ന രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ് സിറൈ എന്ന് പറയുന്ന സിനിമ. ആക്ച്വലി ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. എസ്പെഷ്യലി ആ കോടതിയിൽ നിന്നും പുറത്തിറങ്ങി വിക്രം പ്രഭുവിൻ്റെ കൂടെയുള്ള ഒരു സീനുണ്ട് ഇവർ രണ്ടുപേരുടെ. അത് നമുക്ക് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു ആ സീനൊക്കെ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ നമുക്ക് വളരെ ബോറടിക്കാതെ കണ്ടിരിക്കാനും പറ്റി. ആൻഡ് ക്ലൈമാക്സ് ഞാൻ മറ്റൊന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ആക്ച്വലി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാഡിസ്റ്റ് ആയി പോകും. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല. സോ എന്നെ സംബന്ധിച്ചോളം ഇതൊരു നല്ലൊരു മൂവിയാണ് സിറൈ. തിയേറ്ററിൽ നിങ്ങൾ തീർച്ചയായും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു സിനിമ മിസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ സ്റ്റോറി എഴുതിയത് നമ്മുടെ തമിഴാണ്. നമുക്കറിയാം ടാണാക്കാരൻ എന്ന സിനിമ, ഗംഭീര സിനിമ ചെയ്ത നമ്മുടെ നായകൻ കുറേ റോളുകളിലൊക്കെ അഭിനയിക്കുന്ന പുള്ളിയാണ്. ആൻഡ് നിങ്ങൾ കാണുക സിറൈ, നല്ലൊരു മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ